അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ നമ്മൾ മൈക്ക് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ DJ മൈക്ക് ഇപ്പോൾ കണക്റ്റഡ് ആണ്. അപ്പോൾ പുറത്തുള്ള ശബ്ദം എത്രമാത്രം നോയിസ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട് അതും രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, മൈക്ക് മാഗ്നറ്റ്, ഇതിൻ്റെ കൂടെ മാഗ്നറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മൈക്ക് നമുക്ക് ടീഷർട്ടിലോ ഷർട്ടിലോ ഒക്കെ കണക്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് മാഗ്നറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആ മാഗ്നറ്റ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ശബ്ദം അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഇനി അടുത്ത് ഹെൽമെറ്റിനകത്ത് ഫിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ നമ്മൾ മൈക്ക് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മൈക്ക് എടുത്ത് കണ്ട് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. കണ്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്തു. ഇവിടെ മാഗ്നറ്റ് വെച്ചിട്ട് അകത്ത് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം മൈക്കിൽ നിന്ന് തന്നെ ശബ്ദം കേൾക്കുന്നു. ഇനി വണ്ടി ഓടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ മൈക്ക് എടുത്ത് അകത്ത് വെച്ചു. ഇതിപ്പം ഞാൻ ഹെൽമെറ്റിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്ത് ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന എക്കോ ഉണ്ടോയെന്ന് ഇത് വോയിസ് കേട്ടിട്ടൊന്ന് പറയണേ. ഇതിപ്പം മൈക്ക് നമ്മൾ ഹെൽമെറ്റിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഹെൽമെറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ മോട്ടോ വ്ളോഗേഴ്സ് എല്ലാം എടുക്കുന്ന സമയത്ത് അങ്ങനെ എക്കോയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള നോയിസോ കേൾക്കാറില്ല. ഇപ്പോൾ ഇതിനകത്ത് വെച്ചപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി ഇതിനകത്ത് വെക്കുമ്പോഴാണെന്നാണ്. എന്തായാലും ഒന്ന് നിങ്ങളിവിടെ കേട്ടിട്ട് പറയണം ഏതാണ് ബെറ്റർ എന്ന്. ടീഷർട്ടിൽ കണക്ട് ചെയ്യുന്നതാണോ അതോ ഹെൽമെറ്റിനകത്ത് വെക്കുന്നതാണോ എന്ന്.